ഇപ്പോൾ മുൻ മന്ത്രിയും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ജി സുധാകരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം സഖാവേ. എന്താ അദ്ദേഹം ടെലിഫോൺ ലൈനിലാണുള്ളത്. നമസ്കാരം. അങ്ങേക്ക് അറിയും പോലെ ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്, പിണറായി വിജയൻ ഇളവ് തുടരും, അദ്ദേഹം അടുത്ത തവണയും CPM അല്ലെങ്കിൽ LDF നയിക്കും എന്നുള്ള കാര്യം. അങ്ങയുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ എന്താണ്? ഞാൻ ആ വാർത്ത കണ്ടില്ല. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി വീണ്ടും രണ്ടാമത് വരുന്നതിന് എക്സംഷൻ കൊടുത്തിരുന്നല്ലോ. അതെ. അപ്പം തുടർന്ന് ഇനി അങ്ങനെ ഉണ്ടാകുമെന്നായിരിക്കും മാഷ് പറഞ്ഞു. ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തുകയായിരുന്നു. അതായത് യോഗ്യരായ ആളുകളെ വെക്കുകയല്ലാതെ പ്രായത്തിന്റെ പേരിൽ അവിടെ വിലം കിടുന്ന ഒട്ടും ശരിയായ കാര്യമല്ല. ജനങ്ങൾക്ക് അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എന്തായാലും അത് ഞാൻ മാഷയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. ഒരു വർഷം കഴിഞ്ഞ് ഇടതുപക്ഷത്തിന് വീണ്ടും ഭൂരിപക്ഷം കിട്ടിയാൽ CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയനെ തന്നെ പരിഗണിക്കുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. എനിക്ക് സന്തോഷമാണുള്ളത്. അപ്പോൾ അവിടെ പ്രായപരിധി എന്നുള്ളത് യോഗ്യതയായിട്ട് വരുന്നു, പ്രായമല്ല യോഗ്യതയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം. കഴിവുള്ളവരെ പ്രായപരിധി പറഞ്ഞും മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഗവർണർ മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടില്ല, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപരിധി അല്ല യോഗ്യതയാണ് മാനദണ്ഡം എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണല്ലോ. അതാണ് ശരിയായ തീരുമാനം. എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഊർജ്ജമുള്ള ആൾക്കാരെ ഇപ്പൊ ഈ പ്രായം 75 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നുകൂടി ഉണ്ടല്ലേ ശ്രീ ജി സുധാകരൻ? അല്ലല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗ്യതയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ പ്രായപരിധി കഴിഞ്ഞെങ്കിലും പിണറായിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനിക്കുമെന്ന് ഗോതമാഷ് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം. അല്ല സാർ, ഒരാൾക്ക് മാത്രമാണ് പരിഗണന കിട്ടുന്നത് എന്നുള്ളത് പ്രായോഗികമായി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതൊരു സന്തോഷമാണുള്ളത്. അല്ല ശ്രീ ജി സുധാകരൻ, ഒരാൾക്ക് മാത്രമാണ് പരിഗണന കിട്ടുന്നത്. എന്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നടത്താൻ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതി ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ ഗവർണർമാഷിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങ് അടിയുറച്ച പാർട്ടി പ്രവർത്തനമാണ്. അങ്ങ് അടിയുറച്ച എക്കാലവും പാർട്ടി പ്രവർത്തനമാണ്, കേഡറാണ്. എങ്കിലും ജി സുധാകരൻ ഈ 75 വയസ്സ്, 62 വർഷം, ഈ 75 വയസ്സെന്നുള്ള പ്രായപരിധി, ആ മാനദണ്ഡം വേണമെങ്കിൽ മാറ്റി ആലോചിക്കാവുന്നതാണ്. ആലോചിച്ചല്ലോ, അതാണല്ലോ പിണറായി സാഹിബിന് രണ്ടാമത് കൊടുക്കുമെന്ന് പറഞ്ഞു. മാറ്റി ആലോചിച്ചല്ലേ? അല്ല, അത് ഒരാൾക്ക് മാത്രമാണല്ലോ. കഴിഞ്ഞവണെ ആലോചിക്കുന്നല്ലേ പറയുന്നത്. അത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് 75 വയസ്സ് ശരിക്കും ആയിരുന്നില്ല അന്ന്. എനിക്ക് വേണേൽ ഞാൻ അതിനൊന്നും കാത്തു നിൽക്കാതെ ഞാൻ എന്നെ ബ്രാഞ്ചിലാക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്നെ ബ്രാഞ്ചിലാക്കി, സഖാവിനെ ബ്രാഞ്ചിലാക്കി എന്ന് പറഞ്ഞ് കത്തും തന്നു. ഇതാണ് ഉണ്ടായത്. എനിക്കൊരു 2022 ഒരു 10 വർഷം കൂടി പ്രവർത്തിക്കുന്നതിനോട് തടസ്സം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരുപാട് പൊതുവെ പാർട്ടിയുടെ പരിപാടികൾ സ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവർ തരുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ ഞാൻ ഈ നാട്ടിലെ എത്രയോ പരിപാടി, പിന്നെ കൊല്ലം യൂണിവേഴ്സിറ്റിയുടെ പരിപാടി, തിരുവനന്തപുരത്തെ മുൻ സഹകരണ ജീവനക്കാരുടെ പരിപാടി, ഒരു അവാർഡ് വടകരയിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ രാഘവൻ എന്ന പേരുള്ള അവാർഡ് വാങ്ങാൻ, കൺസ്യൂമർ ഫെഡറേഷന്റെ പരിപാടി ഇവിടെ കോഴിക്കോട്, കയറിന്റെ പരിപാടി തൃശ്ശൂരിലെ, എറണാകുളത്തെ ഒരു വലിയ മാതൃഭൂമിയുടെ ഒരു പരിപാടി, ഇപ്പം ട്രിവാൻഡ്രത്ത് മാതൃഭൂമിയുടെ പരിപാടി, മാവേലിക്കരയിൽ ഒരു ഓണാട്ടുകര അന്തർദേശീയ പുസ്തകമാണ്. ഇവിടെയൊക്കെ ഞാൻ പോയല്ലോ, പരിപാടിക്ക് പോകുന്നുണ്ടല്ലോ, നാട്ടിലെല്ലാം പോകുന്നുണ്ടല്ലോ.